നിലപാടാണ്. അത് നിഷ്പക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന നിലയിലേക്കാണ് ഈ അവാർഡ് മാറിയിട്ടുള്ളത്. ഇത് എല്ലാവരോടും തുറന്നു പറയുന്നത് ഞങ്ങൾക്കൊരു മടിയില്ല, ഞങ്ങൾ പറയൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ഉപകരണം കാണാതായെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തള്ളി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. കാണാതായെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്ന ഉപകരണം മാറ്റിവെച്ചിരിക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു. സമിതി പറഞ്ഞത് മാത്രമേ തനിക്ക് അറിയൂ എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ വിശദീകരണം. ഉപകരണം കാണാതായതിൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വകുപ്പ് അന്വേഷണത്തിനും ഉത്തരവ് നൽകി. യൂറോളജി വിഭാഗത്തിൽ നിന്ന് കാണാതായെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്ന ഉപകരണം ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പരിചയമില്ലാത്ത ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികളുടെ ജീവന് പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണെന്നും ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ടെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി. തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല, അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. കാണാതായതല്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അതേസമയം സംഭവത്തിലെ ഏത് അന്വേഷണവുമായും താൻ സഹകരിക്കുമെന്നും അന്വേഷണം നടക്കട്ടെ എന്നും ഡോക്ടർ. എല്ലാ അന്വേഷണങ്ങളും സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ലെന്നും ചില ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടുവരുത്തിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുമുള്ളത്. പിന്നാലെ പുതിയ ആരോപണം ഡോക്ടറെ ക്രൂശിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം